Welcome to Miss Sanchari Speaks, or welcome back to yet another episode of laziness, procrastination, or existential crisis. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ അങ്ങോട്ട് തോന്നില്ല. അത് പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നല്ലേ. സോ ഇൻ ദിസ് വീഡിയോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ക്ലീനിങ് ദ റൂം. ഓൾസോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ ന്യൂ ചെയർ. ഐ ബോട്ട് എ ന്യൂ ചെയർ ഗൈസ്. ആടുന്ന ചെയറത്തെ ഇങ്ങനെ ഞാനിവിടെ പാട്ടിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ പാട്ടിനേക്കാളും വൈബുള്ള പാട്ട് അപ്പുറത്തോടുന്നു. അപ്പോൾ അവരെ ഞാൻ വിളിച്ചു പറഞ്ഞു കുറച്ചുകൂടെ സൗണ്ട് കൂട്ടി വെക്കാൻ. പണ്ട് മമ്മി കുഞ്ഞമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾ വിചാരിക്കും എന്താ ഇത്ര സംസാരിക്കാനുള്ളതെന്ന്. ഇതിപ്പം മനസ്സിലായി. ലോകത്തുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് പറയുന്നത്. That's my sweet little sister, guys. She's my favorite person, guys. I sometimes wonder where I got my piripiripu from. Then I realized I got it from my family. എൻ്റെ അനിയത്തി ഇങ്ങനെ കിട്ടുന്ന ഒരു ചാൻസും വിടത്തില്ല. അടുത്ത പ്രാവശ്യം അവൾ എന്നോട് പൈസ അയക്കുക എന്ന് പറഞ്ഞു വരുമ്പം ഇതിനുള്ള മറുപടി ഞാൻ അപ്പ കൊടുക്കും. അതെൻ്റെ അസൂയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഏതായാലും തൽക്കാലം ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ പിന്നെ വന്ന് കാണാം. അങ്ങനെ ആ കോള് കട്ടായതും ഇതാ പിൻവാതിലിൽ ഒരു മുട്ട്. ആ മുട്ടിൻ്റെ ഉടമസ്ഥൻ ആരാന്ന് തേടി ഞാൻ പോയി. അപ്പം ദാ കിടക്കുന്നു അപ്പുറത്തെ വീട്ടിലെ ജോസു. അവൻ ചെറുതായിട്ടൊരു കല്യാണം വിളിക്കാൻ വന്ന എന്നെ. ആരുടെ കല്യാണമാ എന്നൊന്നും ഞാൻ ഇപ്പം പറഞ്ഞില്ല. അതൊരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. പിന്നെ നാട്ടിലൊക്കെ മതിലിൻ്റെ അപ്പുറം ഇപ്പുറം നമ്മൾ കുശലം പറയില്ലേ, അതുപോലെ ഞാനും അവനും ഒന്നും രണ്ടും പറഞ്ഞ് അവിടെ നിന്ന് കുറച്ച് നേരം. അങ്ങനെ ഫുഡും കഴിച്ച് റൂമിൽ വന്ന് 2x അല്ല 5x സ്പീഡിൽ റൂം ക്ലീൻ ആക്കി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ലേശം മ്ലാനത നിറഞ്ഞ ദിവസങ്ങളായതുകൊണ്ട് വലിയ ക്ലീനിങ് ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് അതും ഞാനങ്ങ് ചെയ്തു കയ്യോടെ. അങ്ങനെ ആ പണി കഴിഞ്ഞുകൊണ്ട് തലയിൽ എണ്ണയും തേച്ചുകൊണ്ട് ഞാനിത് ഇൻസ്റ്റാഗ്രാമിലെ വമ്പൻ സെലിബ്രിറ്റി ആയിട്ടൊരു ലൈവിലോട്ട് അങ്ങ് പോയി. ലൈവ് കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം. പിന്നെ വെറുതെ കുറച്ച് ഷോയ്ക്ക് വേണ്ടി എൻ്റെ ആടുന്ന കസേരയിൽ ഇങ്ങനെ ഇരുന്ന് കുറച്ച് പണിയെടുത്തു. പിന്നൊന്നും പറയണ്ട, തങ്കുവിൻ്റെ ഓരോ കുസൃതികളായിരുന്നു. തങ്കും ഞാനും കുറച്ചു നേരമായിരുന്നു ഒളിച്ചേ കണ്ടേ കണ്ടു. പുള്ളിക്കാരൻ ടി വിയിൽ നോക്കിക്കൊണ്ടാണ് ഇവിടെ ഒളിച്ചേ കണ്ടേ കളിക്കുന്നത്. ആക്ച്വലി ടി വി മുന്നിലുള്ളതുകൊണ്ട് അവന് ഞങ്ങളെ വലിയ മൈൻഡൊന്നും ഇല്ല. എന്നാലും അവന് ഇഷ്ടമുള്ളൊരു ഗെയിമാണിത്, ഒളിച്ചേ കണ്ടേ. അതുകൊണ്ട് അവൻ ഞങ്ങളോട് അങ്ങ് കൂടി. I am excited, very very excited for one thing. I'll show you, wait. I am very much excited for this shoe. എൻ്റെ പുതിയ ഷൂ. എനിക്ക് ഒത്തിരി ബ്രാൻഡഡ് ഭയങ്കര പൈസ ചിലവാക്കി ഷൂ മേടിക്കുന്നതൊന്നും വലിയ താല്പര്യമുള്ള കാര്യമല്ല. അതേപോലെ തന്നെ എൻ്റെ സൈസിന് ഷൂ കിട്ടുന്നത് വളരെ ഒരു അത്യപൂർവമായ കാര്യമാണ്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷം. ഇതിൻ്റെ വില ഞാനിവിടെ പറയുന്നില്ല. ആര് ചോദിച്ചതിന് അതല്ലേ. എടുത്തോണ്ട് വന്ന സോക്സ് അവിടെ പോയി. ഞാൻ ഇങ്ങോട്ടൊരു സോക്സ് എടുത്തോണ്ട് വന്നില്ലേ. സോക്സ് കിട്ടി. സോക്സിന്റെ മേലാണ് നേരുന്നത്. എന്റെ പുതിയ ഷൂ. ലെറ്റ്സ് ഗോ ഗയ്സ്. അയ്യോ കാല് കയറുന്നില്ല. നല്ല രസമല്ലേ കാണാൻ. ആരും കണ്ടില്ല, പെട്ടെന്ന് എണീറ്റ് പോവാം. ആഹാ, എന്ത് മനോഹരമായ ആകാശം, അതേപോലെ തന്നെ മനോഹരമായ ഷൂസും. വാവ്. അടുത്ത ഷോട്ടിന് ഫോൺ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് നടന്നു പോയിട്ട് ഞാൻ ഇങ്ങോട്ട് നടന്നു വരാം. അങ്ങനെയുണ്ട്. വീണ്ടും മനോഹരമായ ഷൂസും. വാവ്. എന്നാൽ പിന്നെ ശുഭമായിട്ട് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ കണ്ണുകൾ സാലഡിലോട്ട് പോയി. പിന്നെ വേണ്ടാന്ന് വെച്ചാൽ തിരിച്ചു വന്നു. അല്ല, കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ ഞാൻ മേടിച്ചു. ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുന്നേ നല്ലൊരു സൺലൈറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സൺലൈറ്റ് പമ്പ കടന്നു. അയർലാൻഡിൽ പമ്പയുണ്ടോ എന്ന് ചോദിച്ചാരും വരേണ്ട, അതൊരു അതിശോക്തി ഞാൻ പറഞ്ഞതാണ്. വെറുതെ ഇരിക്കുവാനായിട്ട് നടന്ന് സൂസിയെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. നടന്നിട്ട് എത്തുന്നില്ല. ഇതായിരിക്കുന്നു നമ്മുടെ വയ്യാത്ത മാട് സൂസിയും പിന്നെ ഐസക് ന്യൂട്ടൻ്റെ പോലെ തലയുള്ള ആൻമരിയെയും. കുറച്ച് മുമ്പ് ജോസഫേഡ് എന്നെ വഴി വെച്ച് കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വെക്കാൻ നീ എൻ്റെ തറയെ നോക്കി നടക്കുന്നത്, നിനക്കൊന്ന് മുഖത്ത് നോക്കിക്കൂടെന്ന്. പുള്ളിക്കരയിൽ ഞാൻ എൻ്റെ ഷൂവിൻ്റെ ഭംഗി ആസ്വദിച്ച് വന്നേന്ന്. ഈ ആഴ്ചയിലെ ആൻമരിയുടെ ഒരു വമ്പൻ കണ്ടുപിടുത്തം പറഞ്ഞുതരാം. മാംഗോ ലസ്സിയിൽ ഒരു തൈരിൻ്റെ ടേസ്റ്റ് എന്ന്. പിന്നെന്താ തേങ്ങാവെള്ളത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കുമെന്ന് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. പിന്നെ അവളായതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നില്ല. കാരണം തലച്ചോറല്ല കളിമണ്ണാണ് അവിടെ ഉള്ളത് അല്ലേ ആൻവരിയെ. അവളത് സമ്മതിച്ചു. അത്രയും പൊട്ടത്തരങ്ങൾ നമ്മുടെ ആൻവരിക്ക് മാത്രമേ പറ്റൂ. പിന്നെ അത് കഴിഞ്ഞ് ഓഫ് കോഴ്സ് ജോസഫ് ചേട്ടന്റെ വക അഫ്ഗാനിയാണോ അതോ ഏതോ പാകിസ്ഥാനിയാണോന്ന് അറിയത്തില്ല. പുള്ളി ഏതോ ഒരു രാജ്യത്തെ ചിക്കൻ കറി ഉണ്ടാക്കി. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇരുട്ടാവുന്നു, മഴ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് തിരിച്ച് നടന്നു പോകണ്ടെന്ന് പറഞ്ഞ് കൊച്ചുപറമ്പൻ ചേട്ടൻ ഇതാ കൊണ്ടുവിടാൻ പോയി. വീട്ടിൽ വന്ന് ഈ ഷൂ ഞാൻ വൃത്തിയാക്കി വെക്കാൻ പോവാ. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഷൂ ആണ്. ഇന്ന് ചിന്താവിഷ്ടയായ ശ്യാമളയെ പോലെ തുടങ്ങിയൊരു ദിവസം.
അടിപൊളിയായിട്ട് ഞാൻ അവസാനിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാനിച്ചിട്ടില്ല, കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതിൻ്റെ കൂട്ട് സീരിയസ് ആയിട്ട് വീഡിയോ ചെയ്യണം. ബിക്കോസ് ഇറ്റ് മേക്സ് മീ ഹാപ്പി ആൻഡ് ഐ തിങ്ക് വി ഓൾ ഷുഡ് ഡു വാട്ട് മേക്സ് അസ് ഹാപ്പി. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കുന്നതാണ് ഹാപ്പിനെസ് തരുന്നെങ്കിൽ പോയി ലൈക്ക് അടിക്കൂ. ഞാൻ എങ്ങനെ നിങ്ങളെ ആരെയും പിടിച്ചു നിർത്തത്തില്ല. ലൈക്ക് അടിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ വേണമെങ്കിൽ. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഈ വീഡിയോ ഉണ്ടാക്കാൻ എനിക്ക് കിട്ടിയ ഓജസ്സും തേജസ്സും ഇനി ഒരു എഡിറ്റ് ചെയ്യാൻ കിടക്കുന്ന 10 വീഡിയോ ഉണ്ടാക്കാൻ കൂടെ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. ടാറ്റാ ബൈ ബൈ, വീണ്ടും കാണാം ഉടനെ.